പ്രശസ്ത നടനും സംവിധായകനുമായ EA രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലം പട്ടത്താനത്തെ വസതിയിലായിരുന്നു അന്ത്യം. നടനും MLA-യുമായ M. മുകേഷിന്റെ സഹോദരി ഭർത്താവാണ്. അസുഖബാധിതനായി ഏറെ നാളായി ചികിത്സയിലായിരുന്നു. ജന്മനാടായ തൃശൂർ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടക്കും. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ നായർ, നാടക കുടുംബം ആണ് രാജേന്ദ്രൻ്റേത്. നമുക്കറിയാം, കൊല്ലത്തിൻ്റെ മരുമകനാണ്. കാളിദാസ കലാകേന്ദ്രം എന്ന നാടക സംഘത്തിനൊപ്പം പ്രവർത്തിക്കുന്ന നിരവധി പേരുള്ള കുടുംബം, അതിൻ്റെ തുടക്കം, അങ്ങനെയൊക്കെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ച ഒരു പ്രതിഭാധനനായ മനുഷ്യനാണ് ഈ രാജേന്ദ്രൻ. എങ്ങനെയായിരുന്നു അന്ത്യം സംഭവിച്ചത്? അസുഖബാധിതനായിരുന്നോ? മോത്തി, ഇന്ന് പുലർച്ചെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. അസുഖബാധിതനായിരുന്നു, ഏറെ നാളായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മനാളായ തൃത്തല്ലൂരിൽ നാളെ സംസ്കാരം നടക്കും. കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലെടുത്തിയുണ്ടൻ, നരസിംഹം, മീശമാധവൻ എന്നിവയുൾപ്പെടെ നിരവധി സിനിമകളിൽ രാജേന്ദ്രൻ ക്യാരക്ടർ റോളിലും അതുപോലെ തന്നെ വില്ലൻ റോളിലും ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നാടകം, സിനിമ എന്നിവയോടൊപ്പം തന്നെ ടെലിവിഷൻ സീരിയലുകളിലും അദ്ദേഹം സജീവമായിരുന്നു. പ്രശസ്ത നാടക അഭിനേതാക്കളായിട്ടുള്ള O. മാധവന്റെയും വിജയകുമാരിയുടെയും മകളായിട്ടുള്ള സന്ധ്യയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ. അവരുടെ മകൻ ദിബിദർശൻ സിനിമ നടൻ കൂടിയാണ്. എടുത്തു പറയേണ്ടത്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ മുകേഷ് നമുക്കെല്ലാം അറിയാവുന്ന പോലെ കൊല്ലം MLA കൂടിയായിട്ടുള്ള മുകേഷിന്റെ സഹോദരി ഭർത്താവ് കൂടിയാണ്. തൃശ്ശൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അതിനുശേഷം അദ്ദേഹം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു. 1ാം റാങ്കോടുകൂടി ബിരുദം പൂർത്തിയാക്കിയതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ. അതിനുശേഷം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെലിവിഷൻ കോഴ്സിന് ചേരുകയും ചെയ്തു. പിന്നീട് നാട്ടിലെത്തിയ സമയത്താണ് ഈ സന്ധ്യയെ പരിചയപ്പെടുന്നതും തുടർന്ന് വിവാഹിതരാകുകയും ചെയ്യുന്നത്. നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ കാളിദാസ കലാകേന്ദ്രത്തിന്റെ തുടക്കം മുതൽ 1987 മികച്ച നാടകത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് അടക്കം നേടി എടുക്കുന്നതിൽ കാളിദാസ കലാകേന്ദ്രത്തെ സഹായിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ വിയോഗമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി അദ്ദേഹത്തിന്റെ ജന്മനാടായിട്ടുള്ള തൃശ്ശൂരിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. ആ സമയം വരെ പട്ടത്താനത്തെ വീട്ടിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. സിനിമാ രംഗത്ത് നിന്നൊക്കെ നിരവധി പേർ എത്തേണ്ടതാണ്. നാളെയാണ് സംസ്കാരം നടക്കുക. കണ്ണൻ നായരാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഭാര്യ നടി കൂടിയായ സന്ധ്യ രാജേന്ദ്രനാണ്. ആ കുടുംബത്തിലെ എല്ലാവരും നാടക സിനിമാ രംഗത്ത് കഴിവ് തെളിയിച്ചവരാണ്. രാജേന്ദ്രൻ നിരവധി സിനിമകളിൽ തൻ്റെ അഭിനയ പാടവം നമുക്ക് കാട്ടിത്തന്ന ഒരാൾ കൂടിയാണ്. സിനിമാ രംഗത്ത്, അഭിനയ രംഗത്ത് ഒരു വലിയ വിടവ് ആണ് അദ്ദേഹത്തിൻ്റെ അന്ത്യത്തോടെ ഉണ്ടായിരിക്കുന്നത്.